വെൽക്കം ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. നമുക്കറിയാം, പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നാൽ വെൻ ടു ഓർ മോർ പേഴ്സൺ ജോയിൻ ടുഗെദർ ഫോർ ഏണിംഗ് ഇൻകം, അതായത് ഒന്നിലധികം ആൾക്കാർ പ്രോഫിറ്റ് മോട്ടീവോടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയെ നമുക്ക് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. സോ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് പാർട്ണർഷിപ്പ് ഫേമിനെ ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാർട്ണർഷിപ്പ് ഫേമിനുണ്ടാവുന്ന ഇൻകത്തിന് പാർട്ണർഷിപ്പ് ഫേം ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം, എങ്ങനെ ആണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്, ആ ടാക്സിബിൾ ടോട്ടൽ ഇൻകത്തിന് ആ പാർട്ണർഷിപ്പ് ഫേം എങ്ങനെ വേണം ടാക്സ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഏത് റേറ്റിൽ വേണം ടാക്സ് കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു അസസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ. ദ ഫേം വിൽ ബി ടാക്സ്ഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞു, ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയും ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു വർഷം ഒരു പാർട്ണർഷിപ്പ് ഫേമിനുണ്ടാവുന്ന ഇൻകത്തിന് പാർട്ണർഷിപ്പ് ഫേം ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അതുപോലെ തന്നെ ആ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണേഴ്സും അവർക്കുണ്ടാകുന്ന ഇൻകത്തിന് അവർ പേഴ്സണലായിട്ട് ടാക്സ് അടയ്ക്കാൻ ലയബിളാണ്. അപ്പം ആ പാർട്ണർഷിപ്പ് ഫേമിനെയും അതിലെ പാർട്ണേഴ്സിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് രണ്ടുപേരും അവർക്കുണ്ടാകുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ്, the share of a partner in the income of the firm will not be included in the hands of partner. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ണർക്ക് ഷെയർ ഓഫ് ഇൻകം, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ഷെയർ ഓഫ് ഇൻകം ആ പാർട്ണർ റിസീവ് ചെയ്യുവാണെങ്കിൽ ആ പാർട്ണറിൻ്റെ ടാക്സിബിൾ ടോട്ടൽ ഇൻകത്തിനകത്ത് ആ ഷെയർ ഓഫ് ഇൻകം ഫ്രം പാർട്ണർഷിപ്പ് ഫേം ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതായത് അതിൻ്റെ അർത്ഥം പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ലയബിൾ അല്ല. ദെൻ അടുത്തതായിട്ട് വരുന്നത്, എനി സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ബൈ വാട്ട് എവർ നെയിം കോൾ വിച്ച് ഈസ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എ പാർട്ണർ വിൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ സബ്ജക്റ്റ് ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ണർക്ക് കിട്ടുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ, അങ്ങനെ എന്തൊക്കെ എമൗണ്ട് കിട്ടിയാലും അത് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകത്തിനകത്തുനിന്ന് ഒരു എക്സ്പെൻസ് ആയിട്ട് കുറച്ച് കാണിക്കണമെങ്കിൽ ദെയർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ ആ ഫേമിന് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു പാർട്ണർക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേം എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പാർട്ണർഷിപ്പ് ഫേമിന് അവരുടെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അതെന്താ നമ്മൾ വരുന്ന വഴി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഏറ്റവും അവസാനത്തെ കാര്യമാണ്, ഒരു പാർട്ണർഷിപ്പ് ഫേം അവർക്കുണ്ടാകുന്ന ടോട്ടൽ ഇൻകത്തിന് ഫ്ലാറ്റ് റേറ്റ്, നമ്മളൊരു ഇൻഡിവിജ്വലിന് ടാക്സ് കൊടുക്കുന്ന പോലെയല്ല ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ടാക്സ് കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രീവിയസ് ഇയറിൽ 2,50,000 കൂടുതൽ ഇൻകം ഉണ്ടാകിൽ മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരൂ. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് അവർക്ക് എത്രയാണോ ടോട്ടൽ ഇൻകം, അത് 10,000 ആയിക്കോട്ടെ, 2,00,000 ആയിക്കോട്ടെ, എത്രയാണോ അവരുടെ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിന് അവർ 30% ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. പ്ലസ് 12% സർചാർജ്. അതായത് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം 1 കോടിയിൽ കൂടുതലാകുകയാണെങ്കിൽ 12% സർചാർജും കൂടാതെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫീസും കൂടെ കൊടുക്കാൻ ലയബിളാണ്. ഇത്രയുമാണ് ഒരു കീ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അസസ് ചെയ്യുന്നത്. ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേമിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാൻ 2 വഴിയാണ്. അതായത് ഒരു ഫേമിനെ 2 രീതിയിൽ അസസ് ചെയ്യാം. ദാറ്റ്സ് കോൾഡ് സെക്ഷൻ 184 ആൻഡ് ആസ് പെർ സെക്ഷൻ 185. ഓക്കെ, എന്താണെന്ന് പോകാം. സോ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ 184 അനുസരിച്ച് അസസ് ചെയ്യണമെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ നമുക്ക് സെക്ഷൻ 184 അനുസരിച്ച് അസസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ദ ഫേം ഷുഡ് ബി എവിഡൻസ്ഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ്. ദാറ്റ് ഈസ് there must be a partnership deed among the partners. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, ആ പാർട്ണേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ എ
ഡീഡ് ഓർ എ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ണേഴ്സ്. ആ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ്, ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഷെയർസ് ഓഫ് പാർട്ണേഴ്സ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. ആ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് അതിലെ പാർട്ണേഴ്സിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ ഷെയർ, അതായത് അവരുടെ ക്യാപിറ്റൽ ഷെയറിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ അതെല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി എബോവ് ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി അക്കോമ്പൈൻഡ് വിത്ത് ദ ഫസ്റ്റ് റിട്ടേൺ ഓഫ് ദി ഇൻകം ഓഫ് എ ഫേം. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർ ഈ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ, അതായത് കഴിഞ്ഞ തവണ അവർ കൊടുത്ത റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ കോപ്പിയും കൂടെ വേണം സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് ഈ വർഷം ഒരു പ്രീവിയസ് ഇയറിൽ ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ 184 അനുസരിച്ച് അസസ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഓഫ് ഇൻകവും ആ ഡീഡിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയും കൂടെ വേണം അവർ സബ്മിറ്റ് ചെയ്യാൻ. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർക്ക് ആ റിട്ടേൺ ഓഫ് ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ സർട്ടിഫൈഡ് കോപ്പി ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി അത് കൂടാതെ തന്നെ ഈ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതൊരു റിവേഴ്സ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആവുകയാണെങ്കിൽ എന്താണോ ചേഞ്ച് വന്നത് ആ ചേഞ്ച് മാറ്റിക്കൊണ്ടുള്ള ഒരു റിവേഴ്സ്ഡ് ഇൻസ്ട്രുമെൻറ്റും ഈ പാർട്ണർഷിപ്പ് ഫേം കൊടുക്കാൻ ലയബിളാണ്. ദെൻ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന സെക്ഷൻ 184 കണ്ടീഷൻസ്. സോ നേരത്തെ പറഞ്ഞ സെക്ഷൻ 184 കണ്ടീഷനോടൊപ്പം തന്നെ വരുന്ന മറ്റു ചില കണ്ടീഷൻസാണ്. ദർ ഷുഡ് നോട്ട് ബി എനി ഫെയിലിയർ ഫ്രം ദി പാർട്ട് ഓഫ് ദി ഫേം ആസ് മെൻഷൻ ഇൻ സെക്ഷൻ 144. അതായത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 144 അനുസരിച്ചുള്ള കണ്ടീഷൻസിനകത്ത് ഫെയിലിയർ വരാൻ പാടില്ല. ആ 144 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസാണ്. ഫസ്റ്റ് വൺ, the firm fails to submit the return of income even after receiving a notice to file a return or fails to file revised return if required. അതായത് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ഒരു നോട്ടീസ് ലഭിച്ചു, എന്തിനു വേണ്ടി? അവരുടെ റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞൊരു നോട്ടീസ് ലഭിച്ചതിന് ശേഷവും അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയം ആ സെക്ഷൻ 144 അവിടെ സാറ്റിസ്ഫൈ ചെയ്യാതെ വരികയാണ്. Second one, the firm fails to comply with all the terms of notice under section 142 subsection 1 requiring to produce specified accounts, documents or information or fails to get its accounts audited if required. Income tax അതോറിറ്റിയുടെ നോട്ടീസ് അനുസരിച്ച് അവർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സ്പെസിഫൈഡ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വിത്തിൻ എ ടൈം ലിമിറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ അത് ഫെയിലായി പോവുകയും അവരുടെ ഫേമിൻ്റെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യപ്പെടാതെ വരുന്ന അവസരങ്ങളിൽ സെക്ഷൻ 144 ഫെയിലാകുകയാണ്. ദെൻ അതുപോലെ തന്നെ ഒരു അസസിംഗ് ഓഫീസറുടെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ അസസിംഗ് ഓഫീസറുടെ മുന്നിൽ എവിഡൻസ് അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ എന്തെങ്കിലും ഒരു എൻക്വയറിക്ക് വേണ്ടി വിളിക്കുമ്പോൾ അത് ആ ഒരു പ്രൂഫ് ഓഫ് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന പക്ഷം ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ സെക്ഷൻ 144 അനുസരിച്ചുള്ള കണ്ടീഷൻസ് അവിടെ ഫെയിലാവുകയാണ്. ഇത്രയുമാണ് സെക്ഷൻ 184 അനുസരിച്ചുള്ള കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ നമ്മൾ സെക്ഷൻ 184 അനുസരിച്ചായിരിക്കും അസസ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫെയിൽ ആവുകയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിനെ സെക്ഷൻ 185 അനുസരിച്ചായിരിക്കും അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ഉണ്ടാവുന്ന സോഴ്സ് ഓഫ് ഇൻകം ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് 5 സോഴ്സ് ഓഫ് ഇൻകമാണ് ഉള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ഈ 5 സോഴ്സ് ഓഫ് ഇൻകത്തിൽ 4 എണ്ണം മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ഇൻകം ഫ്രം സാലറി ഒഴികെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ വ്യത്യാസം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ കമ്പ്യൂട്ടേഷനിൽ വ്യത്യാസം വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ്. ബാക്കി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സും നമ്മൾ ഒരു ഇൻഡിവിജ്വലിന് അസസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്
ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ടാക്സിബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ആ ടാക്സിബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക. അതിനുശേഷം ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് വ്യത്യാസമുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കാൻ 2 വഴിയാണുള്ളത്. അതായത് 2 രീതിയിൽ അസസ് ചെയ്യാം. സെക്ഷൻ 184 അനുസരിച്ച് അല്ലെങ്കിൽ സെക്ഷൻ 185 അനുസരിച്ച് അസസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് നോക്കും. ആ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ആ ഫേമിനെ 184 അനുസരിച്ച് അസസ് ചെയ്യും. അതിനകത്ത് ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ ഫേമിനെ 185 അനുസരിച്ചായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. അതായത് ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ആ പ്രീവിയസ് ഇയറിലെ P&L അക്കൗണ്ട് അനുസരിച്ചുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് എടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് വൺ എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് നോട്ട് അലൗബിൾ അണ്ടർ ഇൻകം ടാക്സ്. അതായത് എന്തെങ്കിലും എക്സ്പെൻസ് ബിസിനസ്സുകാർ അവരുടെ P&L അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അതായത് എക്സ്പെൻസിൽ നമുക്കറിയാം P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അങ്ങനെ ബിസിനസ്സുകാർ എന്തെങ്കിലും എക്സ്പെൻസുകൾ അവരുടെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് കൂട്ടത്തിൽ ആഡ് ചെയ്യണം. സെക്ഷൻ 184 ആയിക്കോട്ടെ 185 ആയിക്കോട്ടെ, 2 വഴിയാണെങ്കിലും നമ്മൾ അങ്ങനത്തെ എക്സ്പെൻസ്, അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അലൗ ചെയ്യാത്ത എക്സ്പെൻസുകളെല്ലാം നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനത്തെ എക്സ്പെൻസുകൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റം ഓഫീസറിന് കൈക്കൂലി കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്തെന്ന് വിചാരിക്കും. അതൊരിക്കലും അത് വേണമെങ്കിൽ ആ ബിസിനസ്സുകാരൊരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അതൊരു ബിസിനസ് എക്സ്പെൻസ് അല്ല. സോ ആ ഒരു എമൗണ്ട് ബിസിനസ്സുകാർ നെറ്റ് പ്രോഫിറ്റിനകത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട് അവർ സെക്ഷൻ 184 ആയിക്കോട്ടെ 185 ആയിക്കോട്ടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ്സ് ദി ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ബിസിനസ് ഇൻകം ഈഫ് എനി നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. അതായത് ബിസിനസ്സിന് ഇൻകം ഉണ്ടായിട്ടുണ്ട്, അതായത് ബിസിനസ് ഓപ്പറേഷൻസ് വഴി ആ പാർട്ണർഷിപ്പ് ഫേമിന് ഇൻകം ഉണ്ടായിട്ടുണ്ട്. ആ ബിസിനസ് ഇൻകത്തിനെ അവർ ബിസിനസ് ഇൻകമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതായത് ബിസിനസ്സിൻ്റെ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ, അതായത് ഒരു P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന നമുക്കറിയാം ഇൻകംസ് ആണ്. ആ ഉണ്ടായ ബിസിനസ് ഇൻകം അവർ P&L അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല, അതായത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അതും നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. 2 കേസിലും ആഡ് ചെയ്യണം. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റൽ. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം അതിലെ പാർട്ണേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റൽ, അവിടെയാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ വ്യത്യാസമുള്ളത്. സെക്ഷൻ 184 അനുസരിച്ച് അസസ് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർക്ക് ആഡ് ചെയ്യേണ്ടത്, അതായത് ആ ഒരു പാർട്ണർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റലിൻ്റെ എക്സസ് ഓഫ് 12% അത് വേണം നമ്മൾ. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം അതിലെ പാർട്ണേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 15% ആണ്, 15% വിചാരിക്കുക. 184 അനുസരിച്ച് അസസ് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിന് അവർക്ക് മാക്സിമം കൊടുക്കാവുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 12%. ആ 12% വരെ അവർക്ക് ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരുന്ന എക്സസ് എമൗണ്ട്, അതായത് 15%-ൽ 12% ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അവർക്ക് കാണിക്കാം. എക്സസ് വരുന്ന 3% അവരെന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. പക്ഷേ സെക്ഷൻ 185 അനുസരിച്ചാണ് ഒരു ഫേമിനെ അസസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ പാർട്ണേഴ്സിന് കൊടുക്കുന്ന ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 15% ആണെങ്കിൽ ആ 15% അവർ തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടി വരും. ദെൻ അടുത്തതായി ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് റെമ്യൂണറേഷൻ ടു പാർട്ണേഴ്സ്
ഇഫ് എനി ഡെബിറ്റ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം അതിലെ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷനായിട്ട് ബൈ വേ ഓഫ് സാലറി, കമ്മീഷൻ, ബോണസ് എക്സെട്ര അങ്ങനെ എന്തെങ്കിലും റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുത്തത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻസ് എല്ലാം രണ്ട് കേസിലും നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ലെസ് ചെയ്യേണ്ട ഒന്നാമത്തെ ഐറ്റംസ് ആണ് എനി ഇൻകംസ് വിച്ച് ആർ നോട്ട് കൺസിഡർഡ് ആസ് ബിസിനസ് ഇൻകം ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അതായത് ബിസിനസ് ഇൻകം അല്ല, പക്ഷേ അതൊരു ബിസിനസ്സിൻ്റെ ഇൻകമായിട്ടാണ് ആ ഫെയിം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അത് നമുക്കറിയാം അതൊരു ബിസിനസ് ഇൻകം അല്ല, അത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് വരുന്ന ഒരു ഇൻകമാണ്. പക്ഷേ ആ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് അവർ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അതൊരിക്കലും ഒരു ബിസിനസ് ഇൻകം അല്ല. സോ അങ്ങനെ ബിസിനസ് ഇൻകം അല്ലാത്ത എന്തെങ്കിലും ഇൻകം പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻകം എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിനകത്തും നമ്മൾ കുറച്ച് കാണിക്കണം. രണ്ട് കേസിൽ നമ്മളത് കുറച്ച് കാണിക്കണം. നെക്സ്റ്റ് വൺ, ബിസിനസ് എക്സ്പെൻസസ് അലൗവബിൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ബട്ട് നോട്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന കാര്യമാണ്. അതായത് ബിസിനസ് എക്സ്പെൻസ് ആണ്, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അനുവദിച്ചിരിക്കുന്നവരെ ബിസിനസ് എക്സ്പെൻസ് ആണ്, പക്ഷേ നമ്മൾ ആ ബിസിനസ് എക്സ്പെൻസ് ക്ലെയിം ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അനുവദിച്ചിരിക്കുന്ന ഒരു ബിസിനസ് എക്സ്പെൻസ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് ബുക്ക് പ്രോഫിറ്റ്. സെക്ഷൻ 184 മാത്രമേ ബുക്ക് പ്രോഫിറ്റ് വരികയുള്ളൂ. 185 ബുക്ക് പ്രോഫിറ്റ് ആപ്ലിക്കബിൾ ആവില്ല. കാരണം ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഉദ്ദേശം റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, അതായത് പാർട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചുള്ള വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. സെക്ഷൻ 185 അനുസരിച്ചുള്ള അസസ് ചെയ്യുന്ന പാർട്ണർഷിപ്പ് ഫേമിന് വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഈ ബുക്ക് പ്രോഫിറ്റും റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സും ആപ്ലിക്കബിൾ ആകത്തില്ല. ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സെക്ഷൻ 185. സോ നമ്മൾ 184 അനുസരിച്ച് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. 185 അവർക്കത് ആപ്ലിക്കബിൾ ആവില്ല. സോ ഈ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ 184കാർക്ക് അവരുടെ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാം. ആ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് നമ്മളിനിയും കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്, അതാണ് നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 184 അനുസരിച്ച് അസസ് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിന് അവരുടെ ബുക്ക് പ്രോഫിറ്റിലാണെന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. അങ്ങനെ വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി അനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആവണമെങ്കിൽ മാത്രമേ ഉള്ളൂ 184 അനുസരിച്ച് അസസ് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിന് റെമ്യൂണറേഷൻ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു എ വർക്കിംഗ് പാർട്ണർ. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം ആ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കുറയ്ക്കണമെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിലെ വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ മാത്രമേ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിനകത്ത് എയും ബിയും ആക്റ്റീവ് പാർട്ട്നേഴ്സും സി എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് പാർട്ണറുമാണെങ്കിൽ എയ്ക്കും ബിക്കും കൊടുക്കുന്ന റെമ്യൂണറേഷൻ മാത്രമേ അവർക്ക് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B അനുസരിച്ച് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സി ഒരു സ്ലീപ്പിംഗ് പാർട്ണർ ആയതുകൊണ്ട് സിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി അനുസരിച്ച് കുറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് പാർട്ണർ ഉദ്ദേശിക്കുന്നത് ഹു ഈസ് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ കണ്ടക്ടിങ് ദ അഫേഴ്സ് ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. So a person can be a working partner in more than one firm. It is sufficient even if he is actively engaged in conducting the affairs of the firm on part-time basis. ഫുൾ ടൈം അല്ല, ആക്റ്റീവായിട്ട് പാർട്ട് ടൈം ബേസിലും ചെയ്യുന്ന ആളെ നമുക്ക് വർക്കിംഗ് പാർട്ണറായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഓൺലി ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി എ വർക്കിംഗ് പാർട്ണർ. ഒരു വർക്കിംഗ് പാർട്ണറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതൊരു ഇൻഡിവിജ്വലെ മാത്രമേ നമ്മളങ്ങനെ കൺസിഡർ ചെയ്യൂ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ എ കമ്പനി ഈസ് എ പാർട്ണർ ഇൻ എ ഫേം, ദ കമ്പനി കാനോട്ട് ബി ടേംഡ് ആസ് എ വർക്കിംഗ് പാർട്ണർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ABC എന്ന് പറഞ്ഞൊരു പാർട്ണർഷിപ്പ് ഫേമിൽ എയും ബിയും ഒരു ഇൻഡിവിജ്വലും സി എന്ന് പറയുന്നത് ഒരു കമ്പനിയുമാണെങ്കിൽ അത് നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഏത് ടൈപ്പ് പേഴ്സൺസും ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പം ABC ഫേം എന്ന് പറയുന്നതിനകത്ത് എയും ബിയും ഓരോ ഇൻഡിവിജ്വൽസും സി എന്ന് പറയുന്നത്
ഒരു കമ്പനിയുമാണെങ്കിൽ ആ കമ്പനീനെ നമുക്കൊരിക്കലും ഒരു വർക്കിംഗ് പാർട്ണറായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. When a company is a partner in a firm, the director or shareholder of the company can very well be an employee of the firm in which the company is a partner. Any salary or remuneration paid by the firm to such an employee would be totally outside the ambit of the disallowance under section 40 subsection B. Second condition, payment of remuneration should be authorized by the partnership deed. അതായത് ആ പാർട്ണർഷിപ്പ് ഫേമിനകത്തെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചുള്ള നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന എമൗണ്ട്, ആ ഡീഡ് അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ റെമ്യൂണറേഷനായിട്ട് അവർക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ കണ്ടീഷൻ 3, remuneration should not pertain to a period prior to the partnership deed. Such remuneration paid to the working partners will be allowed as a deduction to the firm from the date of such partnership deed and not from any period prior thereto. അതായത് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ണേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, പാർട്ണർഷിപ്പ് ഡീഡിന് മുന്നേ ഉള്ള എന്തെങ്കിലും ഒരു റെമ്യൂണറേഷൻ it will be allowed as a deduction to the firm from the date of such partnership deed and not from a period prior thereto. അതായത് ആ ഡീഡിന് മുന്നേ ഉള്ള റെമ്യൂണറേഷൻ പാർട്ണേഴ്സിന് കൊടുക്കില്ല. കണ്ടീഷൻ 3 പറഞ്ഞിരിക്കുന്നത് ആ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണേഴ്സിന് പാർട്ണർഷിപ്പ് ഡീഡിന് മുന്നേ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെമ്യൂണറേഷൻ സോ അടുത്തൊരു കണ്ടീഷനായിട്ട് പറഞ്ഞേക്കുന്നത് റെമ്യൂണറേഷൻ ഷുഡ് ബി വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്. അതായത് സെക്ഷൻ 40 സബ്സെക്ഷൻ ബി അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ ഒരു ബിസിനസ്സുകാർക്ക് റെമ്യൂണറേഷനായിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റിനകത്ത് കുറച്ച് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B കണ്ടുപിടിക്കുന്നത്. ഈ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ 184 അനുസരിച്ച് കണ്ടുപിടിച്ച ബുക്ക് പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. അതായത് ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു ഫെയിം അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് ഉള്ള ഒരു ഫെയിമിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ആ ബുക്ക് പ്രോഫിറ്റിനകത്തെ ആദ്യത്തെ 3 ലക്ഷം എടുക്കുക. ഓക്കെ, ഒരു പാർട്ണർഷിപ്പ് ഫെയിമിൻ്റെ 184 അനുസരിച്ച് ചെയ്തപ്പോൾ കിട്ടിയ ബുക്ക് പ്രോഫിറ്റിനകത്തെ ആദ്യത്തെ 3 ലക്ഷം, 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എത്രയാണോ ആ എമൗണ്ട് എടുക്കുക. ആ എടുത്തിരിക്കുന്ന എമൗണ്ടിൻ്റെ 90%, 3 ലക്ഷമാണെങ്കിൽ 3 ലക്ഷത്തിൻ്റെ 90%, അതിൽ താഴെയാണെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ 90%. ഫോർ എക്സാമ്പിൾ 2,70,000 ഉള്ളെങ്കിൽ 2,70,000 90%, ഓർ 1,50,000 വിച്ച് എവർ ഈസ് പോർ. അപ്പം ആദ്യത്തെ 3 ലക്ഷത്തിനകത്ത് 3 ലക്ഷത്തിൻ്റെ 90% അല്ലെങ്കിൽ ഉള്ള ബുക്ക് പ്രോഫിറ്റിൻ്റെ 90%, ഓർ റുപ്പീസ് 1,50,000 വിച്ച് എവർ ഈസ് മോർ. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എടുക്കേണ്ടത്. അതിനുശേഷം ബുക്ക് പ്രോഫിറ്റിൽ 3 ലക്ഷം കഴിഞ്ഞ് ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, അതായത് സപ്പോസ് ബുക്ക് പ്രോഫിറ്റ് 5 ലക്ഷമാണെങ്കിൽ 5 ലക്ഷത്തിനകത്ത് ആദ്യത്തെ 3 ലക്ഷത്തിന് വേണ്ടിയുള്ള നമ്മൾ ചെയ്തു. അതിനുശേഷം 5 ലക്ഷത്തിനകത്ത് 3 ലക്ഷം പോയിട്ട് ബാക്കിയുള്ള ബാലൻസ് ബുക്ക് പ്രോഫിറ്റ്, അതായത് 2 ലക്ഷത്തിൻ്റെ 60% എടുക്കുക. സോ ഇനി ചെയ്യേണ്ടത് മൂന്നാമത്തെ കേസിൽ, ഇതിനു മുന്നേ ഇനി ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ബുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, ബുക്ക് പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് 1,50,000. അപ്പം ഇതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ട്, സ്റ്റെപ്പ് എയിലെയും ബിയിലെയും എമൗണ്ടിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടും. ആ കിട്ടിയിരിക്കുന്ന എമൗണ്ടിനെ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡുമായിട്ട് കമ്പയർ ചെയ്യുക. അതിലെ ഏറ്റവും ചെറിയ എമൗണ്ട് എടുക്കുക. അതായിരിക്കും റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B. നമുക്കതൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, if book profit of a firm is rupees 5 lakh and remuneration as per deed is rupees 3,80,000. So the remuneration under section 40B will be, എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്കറിയാം ബുക്ക് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 5 ലക്ഷമാണ്. ഈ 5 ലക്ഷത്തിനകത്തെ
ആദ്യത്തെ 3 ലക്ഷം എടുക്കുക. ആ 3 ലക്ഷത്തിൻ്റെ 90% ഓർ റുപ്പീസ് 1,50,000. അതായത് 3 ലക്ഷത്തിൻ്റെ 90% എന്ന് പറയുമ്പോൾ 2,70,000. സോ റുപ്പീസ് 1,50,000 ഓർ 2,70,000 വിച്ച് എവർ ഈസ് മോർ. അപ്പോൾ ഇത് വരും 2,70,000 നമ്മൾ എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് പ്രോഫിറ്റിനകത്ത്, അതായത് 5 ലക്ഷത്തിനകത്തെ 3 ലക്ഷം പോയിട്ട് ബാലൻസ് ഉള്ള ബുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്? 2 ലക്ഷം രൂപ മിച്ചമുണ്ട്. ആ 2 ലക്ഷത്തിൻ്റെ 60%, അതായത് 1,20,000. സോ ഈ എയുടെയും ബിയുടെയും ടോട്ടൽ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3,90,000. ഈ 3,90,000-നെ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് റുപ്പീസ് 3,80,000. അപ്പം ഈ 3,90,000-നെ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് 3,80,000-ആയിട്ട് കമ്പയർ ചെയ്യുക. അതിലെ ചെറിയ എമൗണ്ട് എടുക്കുക. ആ ലോവർ എമൗണ്ട്, അതായത് 3,80,000 ആയിരിക്കും അവിടുത്തെ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B. ദെൻ അടുത്തൊരു എക്സാമ്പിളോടെ നോക്കാം. സപ്പോസ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയും റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്നുള്ളത് 3,80,000 ആണെങ്കിൽ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി എത്രയായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 ലക്ഷം അല്ലെങ്കിൽ ഉള്ള എമൗണ്ടിൻ്റെ 90%. ഇവിടെ 3 ലക്ഷം ഇല്ല, പകരം ഇവിടെ 2 ലക്ഷമേ ഉള്ളൂ. സോ ആ ഉള്ള എമൗണ്ടിൻ്റെ 90%, അതായത് 2 ലക്ഷത്തിൻ്റെ 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് മോർ. സോ 1,50,000 ഓർ 2 ലക്ഷത്തിൻ്റെ 90% വരുന്നത് 1,80,000 വിച്ച് എവർ ഈസ് മോർ. സോ വി വിൽ ഗെറ്റ് 1,80,000 പ്ലസ് ബുക്ക് പ്രോഫിറ്റിനകത്ത് 3 ലക്ഷം കഴിഞ്ഞ് ബാലൻസ് ബുക്ക് പ്രോഫിറ്റ്. ഇവിടെ 3 ലക്ഷത്തിൽ താഴെയാണ് ബുക്ക് പ്രോഫിറ്റ്, അതുകൊണ്ട് ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ ആപ്ലിക്കബിൾ ആകത്തില്ല. അപ്പോൾ നമ്മൾ ഈ 1,80,000 തന്നെ എടുക്കുക. ഈ 1,80,000-നെ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് 3,80,000-ആയിട്ട് കമ്പയർ ചെയ്യുക. ചെറിയ എമൗണ്ട് എടുക്കുക. സോ വി വിൽ ഗെറ്റ് 1,80,000 ആസ് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B. ഓക്കെ, ഇത്രയുമാണ് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B കണ്ടുപിടിക്കുന്നത്. ആ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B നമ്മൾ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. 185-കാർക്ക് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 45 കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട്, ഈ ബുക്ക് പ്രോഫിറ്റ് പോലെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ കിട്ടുന്ന എമൗണ്ട് തന്നെയായിരിക്കും അവരുടെ ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. ഇനി നമ്മൾ ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നതിൽ അവരുടെ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക, ഇൻകം ഫ്രം ബിസിനസ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ ഗെയിനിലും ചേഞ്ചസ് ഒന്നുമില്ല, ഒരു ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്ന പോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുക. ഇൻകം ഫ്രം അതർ സോഴ്സ് എടുക്കുക. ഇതിൻ്റെ എല്ലാം ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ, ഈ 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതാണ് ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് അതിന് മുന്നേ എന്തെങ്കിലും സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. അതെല്ലാം ചെയ്തതിന് ശേഷം ആ ഗ്രോസ് ടോട്ടലിനകത്തുനിന്ന് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6 അല്ലെങ്കിൽ നമ്മൾ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക. 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷനകത്ത് എല്ലാം ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ആപ്ലിക്കബിൾ ആകത്തില്ല. നോർമലി ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ആപ്ലിക്കബിൾ ആകുന്നത് 80G തൊട്ടാണ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ആപ്ലിക്കബിൾ ആകുന്ന ഡിഡക്ഷൻസ് 80G, 80GGA, 80GGC, 80IA, 80IAB, 80IB, 80IC ആൻഡ് 80JJ. ഇത്രയും ഡിഡക്ഷൻസ് ആണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ആപ്ലിക്കബിൾ ആകും. അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും ഡിഡക്ഷൻസ് ആപ്ലിക്കബിൾ ആകുന്നത് ആ ഗ്രോസ് ടോട്ടലിനകത്തുനിന്ന് കുറയ്ക്കുക. കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം. ഓക്കെ, ഈ ടോട്ടൽ ഇൻകത്തിന് എങ്ങനെ വേണം ടാക്സ് കൊടുക്കാൻ? സോ ദ ടാക്സ് ലയബിലിറ്റി ഓൺ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ആ കിട്ടുന്ന ടോട്ടൽ നമുക്ക് ഇവിടെ ലഭിച്ച ഈ ടോട്ടൽ ഇൻകത്തിന് ആ പാർട്ണർഷിപ്പ് ഫേം ടാക്സ് കൊടുക്കേണ്ടത് എത്രയിലാണ്? 30% പ്ലസ് 12% സർചാർജ്. അതായത് എപ്പോഴാണ് സർചാർജ് വരുന്നത്? ആ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം 1 കോടിയിൽ കൂടുതലാവുകയാണെങ്കിൽ പ്ലസ് 12% സർചാർജ് അവിടെ വരും. ആ എമൗണ്ടിൻ്റെ കൂടെ പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി ഓൺ ടോട്ടൽ ഇൻകം. സോ
അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സബിൾ ടോട്ടൽ ഇൻകവും ആ ടോട്ടൽ ഇൻകത്തിന് എങ്ങനെ ടാക്സ് കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണറുടെ ടാക്സബിൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി. സോ അതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു പാർട്ണർക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ആ കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് പാർട്ണർ ടാക്സ് കൊടുക്കാൻ ലയബിൾ അല്ല. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസല്ല, അതിലെ പാർട്ണേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന കേസിലാണ്. സോ അങ്ങനെ ഒരു പാർട്ണർക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ആ ഷെയർ ഓഫ് പ്രോഫിറ്റിന് പാർട്ണർ ടാക്സ് കൊടുക്കാൻ ലയബിൾ അല്ല. ഹൗവർ സാലറി, ബോണസ്, കമ്മീഷൻ ഓർ സച്ച് അതർ റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ലോൺ ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അതായത് ഒരു പാർട്ണർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റൽ, അങ്ങനത്തെ എന്തെങ്കിലും എമൗണ്ട് ഒരു പാർട്ണർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാർട്ണർഷിപ്പ് ഫേം അവരുടെ ഇൻകത്തിനകത്തുനിന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് കാണിച്ചിരിക്കുന്ന എമൗണ്ട് പാർട്ണറുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതായത് ആ കൊടുക്കുന്ന എമൗണ്ടിന് പാർട്ണർ ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. So the such receipts whatever may be the name are taxable in the hands of the partner under the head income from business of profit. അങ്ങനെ ഒരു പാർട്ണർക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന സാലറി, ബോണസ്, കമ്മീഷൻ ഇതെല്ലാം ഒരു പാർട്ണറിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ആ പാർട്ണറിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഹെഡിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ആ ഇൻകത്തിന് ആ പാർട്ണർ ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അതിനകത്തൊരു എക്സെപ്ഷൻ പറഞ്ഞേക്കുന്നത് റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എ പാർട്ണർ ഫ്രം ദ ഫേം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണറുടെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് അവർ ആ ബിസിനസ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ABC എന്ന് പറഞ്ഞ 3 പാർട്ണേഴ്സിലെ Aയുടെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് ആ ബിസിനസ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് Aക്ക് കിട്ടുന്ന റെൻറ്റ്, ആ ബിൽഡിങ്ങിന് കിട്ടുന്ന റെൻറ്റ് Aയുടെ ബിസിനസ് ഇൻകത്തിനകത്തല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, പകരം Aയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്തായിരിക്കും അത് ആ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നത്. So the partner receiving remuneration, interest, etc. from a firm can claim the following deductions while computing the income from business of profession. So interest on capital borrowed for the purpose of investment in the firm. Even if the firm uses the amount for some other purpose, the partner can claim this deduction. അതായത് ഒരു പാർട്ണർക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിനകത്തുനിന്ന് ആ പാർട്ണർഷിപ്പ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, അത് ബോറോ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ആണെങ്കിൽ ആ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനകത്തുനിന്ന് ഒരു ഡിഡക്ഷനായിട്ട് കുറച്ച് കാണിക്കാം. സോ അടുത്ത ഒരു ഡിഡക്ഷൻ പറഞ്ഞത് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി ഫേം ഫോർ എക്സസ് ഡ്രോയിങ്സ് ഫോർ നോട്ട് മെയിൻറ്റെയിനിങ് മിനിമം ക്യാപിറ്റൽ. അതായത് ഒരു പാർട്ണർ ഒരു മിനിമം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാതെ എക്സസ് ആയിട്ട് നടത്തുന്ന ഡ്രോയിങ്സിന് ഫേം ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ആ എമൗണ്ട് പാർട്ണർക്ക് അവരുടെ ടോട്ടൽ ഇൻകത്തിനകത്തുനിന്ന് കുറച്ച് കാണിക്കാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ എനി അതർ ജെനുവിൻ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ദ പാർട്ണർ ടു എയിൻ ഇൻകം ഫ്രം ദ ഫേം. ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഇൻകം എയിൻ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ണർക്ക് ഉണ്ടാകുന്ന എല്ലാ ജെനുവിൻ എക്സ്പെൻസും പാർട്ണർക്ക് അവരുടെ ഇൻകം ഫ്രം ബിസിനസ്സിനകത്തുനിന്ന് ഒരു എക്സ്പെൻസായിട്ട് കുറച്ച് കാണിക്കാം. സോ ഇത്രയുമാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ അസസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത സെഷനിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. സോ അടുത്ത സെഷനിൽ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.